തിരുവനന്തപുരം വഞ്ചിയൂരിൽ മകന്റെ തലയിൽ കമ്പിപ്പാര കൊണ്ടടിച്ച കേസിൽ ഒളിവിലായിരുന്ന പിതാവ് പിടിയിലായി. വഞ്ചിയൂർ സ്വദേശി വിനോദാണ് പിടിയിലായത്. ആഡംബരക്കാർ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ മകനെ തലയ്ക്കടിക്കുകയായിരുന്നു. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, വിവരങ്ങൾ. സലീം. രജിത്ത്, വഞ്ചിയൂർ പോലീസാണ് പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോടെ പിടികൂടിയത്. ആഡംബരക്കാർ വേണമെന്ന് ആവശ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയ മകന്റെ തലയടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് കേസ്. 22 വയസ്സുകാരനായ മകൻ ഹൃത്വിക്കിനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പിതാവ് കമ്പിപ്പാര കൊണ്ടടിച്ചത്. 2 തവണ കമ്പിപ്പാര കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സുഹൃത്തിന്റെ പരാതിയിലാണ് വഞ്ചിയൂർ പോലീസ് ഈ കേസെടുത്തത്. 1 വർഷം മുൻപ് പിതാവ് മകന് 17 ലക്ഷം രൂപയുടെ ഒരു വാഹനം വാങ്ങി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും മകൻ ആവശ്യവുമായി എത്തിയത്. വീണ്ടും 50 ലക്ഷം രൂപയുടെ വാഹനം ആവശ്യപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെ പിതാവ് ഇക്കാര്യം ഈ കുടുംബക്കാർ പറയുന്നത് അത്രയും വലിയ തുകയ്ക്കുള്ള കാർ വാങ്ങി നൽകാനുള്ള സാമ്പത്തിക ഭദ്രത നിലവിലില്ല എന്ന് അറിയിച്ചു എന്നാണ്. അതിനുശേഷവും ഈ ആവശ്യത്തിൽ മകൻ ഉറച്ചു നിന്നതോടുകൂടി പിതാവ് ആക്രമണം നടത്തുകയായിരുന്നു. കമ്പിപ്പാര കൊണ്ട് 2 തവണ ക്രൂരമായി തലക്കടിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതോടെ ഇതിന് പിന്നാലെ ഈ ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിന് പിന്നാലെ ഹൃത്വിക്കിന്റെ സുഹൃത്താണ് പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോടെ പിടികൂടുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.